കട്ടപ്പനയിൽ നിക്ഷേപകന്റെ ആത്മഹത്യയെ തുടർന്ന് സസ്പെൻഷനിലായിരുന്ന ഉദ്യോഗസ്ഥരെ തിരിച്ചെടുത്ത നടപടി പ്രതിഷേധാർഹമെന്ന് ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. കുറ്റക്കാരനെന്ന് വ്യക്തമായ CPM കട്ടപ്പന ഏരിയ മുൻ സെക്രട്ടറി VR സജിയെ സംരക്ഷിക്കുന്ന സർക്കാർ നിലപാട് പൊതുസമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്നും MP ഇടുക്കിയിൽ പറഞ്ഞു. കട്ടപ്പനയിൽ നിക്ഷേപകൻ ആത്മഹത്യ ചെയ്തത് CPIM നേതാവിൻ്റെയും പാർട്ടി തണലിൽ വളരുന്ന ഉദ്യോഗസ്ഥരുടെയും ഭീഷണിയിൽ ഭയന്നാണെന്നും ഇവരെ സംരക്ഷിക്കുന്ന സംസ്ഥാന സർക്കാർ നയം പൊതുസമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്നും ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. ആത്മഹത്യ ചെയ്ത സാബുവിൻ്റെ കുടുംബം ശക്തമായി പരാതിയിൽ ഉറച്ചു നിൽക്കുമ്പോഴും സസ്പെൻഡ് ചെയ്ത ഉദ്യോഗസ്ഥരെ നിരുപാധികം തിരിച്ചെടുത്ത നടപടി ഏറെ പ്രതിഷേധാർഹമാണ്. സാബു വായ്പയെടുത്ത തുകയല്ല, മറിച്ച് നിക്ഷേപിച്ച തുകയാണ് ആവശ്യപ്പെട്ടത് എന്നും ഈ ഘട്ടത്തിൽ CPM കട്ടപ്പന ഏരിയ മുൻ സെക്രട്ടറി VR സജി നിക്ഷേപകനെ ഭീഷണിപ്പെടുത്തിയതോടുകൂടിയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്നും MP പറഞ്ഞു. വലിയ പ്രതിഷേധം അക്കാര്യത്തിലുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഒരു കുടുംബത്തെ വേട്ടയാടുകയാണ് ഉണ്ടായിട്ടുള്ളത്. സത്യത്തിൽ ഇതിൽ കുറ്റക്കാര് എന്ന് പറയുന്ന ആളുകളെല്ലാവരും ഇപ്പോൾ കൈ കെട്ടി നിൽക്കുകയാണ്. ഈ സർക്കാരിൻ്റെ തണലിലാണ് ഈ കുറ്റക്കാരെല്ലാവരും രക്ഷപ്പെട്ടിരിക്കുന്നത്. ജീവനക്കാർക്കെതിരെ നടപടിയെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ചില പുറംപൂച്ചു നാടകങ്ങളാണ് CPM കളിച്ചത്. അവസാനം ആ ജീവനക്കാരെ മുഴുവൻ തിരിച്ചെടുക്കുകയും ചെയ്തു. യഥാർത്ഥ കുറ്റവാളികളായി സാബുവിനെ വകവരുത്തും, കുടുംബത്തെ വേട്ടയാടും എന്ന് പറഞ്ഞ കട്ടപ്പനയിലെ മുൻ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള VR സജി അടക്കമുള്ള ആളുകൾ ഇപ്പം മാന്യന്മാരായി സമൂഹത്തിൽ നടക്കുന്ന ഒരു സ്ഥിതിയാണ്. ഇത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ തിരിച്ചെടുത്ത നടപടി സർക്കാർ പിൻവലിക്കുകയും ഉദ്യോഗസ്ഥർക്കെതിരെയും VR സജിക്കെതിരെയും നടപടി സ്വീകരിക്കണമെന്നും ഇല്ലാത്ത പക്ഷം ശക്തമായ പ്രതിഷേധങ്ങളിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണുള്ളത് എന്നും MP ഇടുക്കിയിൽ പറഞ്ഞു. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.